എൻ്റെ പേര് സമീറ. ഞാൻ മുക്കത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട് മുക്കത്താണ്. ഞാൻ സീഡിൻ്റെ കീഴിൽ DECE എന്നുള്ള ഒരു കോഴ്സാണ് ചെയ്തത്. ആ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പ്രൊജക്റ്റ് വർക്കും ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ പോയി ചെയ്തപ്പോൾ അവിടെ തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സീഡിൽ നിന്ന് നല്ലൊരു ഹെൽപ്പാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ പേര് സലീന. ഞാൻ ഇടയ്ക്കരിൽ നിന്ന് വരുന്നു. സീഡിൻ്റെ DEC MTTC കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങളുടെ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ലേണിംഗ് മൈൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. സീഡിൻ്റെ DEC മോണ്ടിസറിയും കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങാനും എല്ലാ രീതിയിലും നല്ലൊരു ടീച്ചറായി പ്രവർത്തിക്കാനും പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു DECന്ന്. അതേപോലെ മോണ്ടിസറി കോഴ്സിന് ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ടും എല്ലാ സ്റ്റാഫിനും നല്ല സപ്പോർട്ട്. ഞങ്ങളിപ്പോൾ ഫ്രാഞ്ചൈസി എടുത്തിട്ട് മോണ്ടിസറി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ ഒന്ന് പ്രീ സ്കൂൾ ഫ്രാഞ്ചൈസിയും എടുക്കുന്നതാണ്. ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവരോടും ആകെ പറയാനുള്ളത് നല്ല കോർഡിനേഷനും അതുപോലെ നല്ല സപ്പോർട്ടുമാണ് സ്റ്റാഫും അതേമാതിരി ടീച്ചേഴ്സും തമ്മിൽ. പഠിക്കുന്ന കുട്ടികളും തമ്മിലൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. എക്സാമിനേഷൻ ടൈമിൻ്റെ സപ്പോർട്ടും എല്ലാ രീതിയിലും. ഇത്ര ചുരുങ്ങിയൊരു ഫീസിൽ നമുക്ക് ഇത്ര വലിയൊരു കാര്യം, ഒരു വലിയൊരു സർവീസ് മേഖലയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ എല്ലാ പെൺകുട്ടികളോടും പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൽ ചേരണം, ഇതിൻ്റെ ഒരു ഭാഗമാവണം. സ്വന്തമായിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എൻ്റർപ്രണർഷിപ്പ് തുടങ്ങാനുള്ളൊരു പ്രചോദനം അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രമാത്രം. താങ്ക് യു. എൻ്റെ പേര് ഷെഹർബാൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ സീഡ് ഇൻ്റർനാഷണലിൻ്റെ കീഴിൽ DECE കോഴ്സ് ചെയ്തു, IGNOU യൂണിവേഴ്സിറ്റിയുടെ. നല്ല രീതിയിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 10 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ DECE കോഴ്സ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് വന്ന് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതിൻ്റെ പ്രൊജക്റ്റിനും എല്ലാം എനിക്ക് നല്ല രീതിയിൽ കഴിഞ്ഞു. ഈ സീഡ് ഇൻ്റർനാഷണലിലെ ടീച്ചേഴ്സും സാറുമാരും എല്ലാം വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കോഴ്സിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ടീച്ചറിനെ വളർത്തിയെടുക്കാനും എനിക്ക് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലാക്കാനും ഈ കോഴ്സ് മുഖേന എനിക്ക് കഴിഞ്ഞു. ഞാൻ എല്ലാവരോടും പ്രിഫർ ചെയ്യാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു പാരൻറ്റിങ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമുക്ക് ഈ കോഴ്സിലൂടെ വളരെയധികം നല്ല രീതിയിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാവരും ഈ കോഴ്സ് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ മോണ്ടിസോറി ചെയ്ത് DECയും ചെയ്ത് അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ പോയി അവിടുത്തെ കുട്ടികളുമായി ഇടപഴകി അവരെ പഠിപ്പിച്ചപ്പോൾ നമുക്ക് DECയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം അവരുടെ കൂടെ ഇരുന്ന് എല്ലാം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിലുള്ള ടീച്ചർ എന്താണെന്നുള്ളത് എനിക്ക് അവരെ കൂടെ നിന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് ശരിക്കും ഞാൻ യഥാർത്ഥത്തിൽ ടീച്ചറാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും ടീച്ചിങ് ഫീൽഡിൻ്റെ ഒരു യൂസ് എന്താണ്, കുട്ടികളെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് യൂസ് ആവുന്നത് എങ്ങനെയാണെന്നും എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു വർഷം കൊണ്ട് നമുക്ക് IGNOന്ന് DECE കോഴ്സും ഒപ്പം തന്നെ MTTC നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ സീഡിനോട് നന്ദി പറയാണ്. ശരിക്കും ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ അറിയാം, ഞാനൊരു ടീച്ചറായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ വടിയെടുത്തിട്ട് എല്ലാം അടിക്കുക, പാവൻ അടിക്കുക, അങ്ങനെയാണ് ചെറുപ്പത്തിൽ നമ്മളെ മൈൻഡിലുള്ള ടീച്ചർ. അപ്പോൾ അവരുടെ ഒരു മോട്ടിവേഷനൊക്കെ നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പണ്ടത്തെ പ്രസംഗിക്കുന്ന ആൾക്കാരായിരിക്കാം, കഥ പറയുന്നവരായിരിക്കാം. അതൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷം പൊടി തട്ടിയെടുത്തത് നമ്മൾ ഈ സീഡിൽ വന്നിട്ട് ഇവരെ കോഴ്സ് ചെയ്തതിന് ശേഷമാണ്. എൻ്റെ കസിന് പോയാണ് ഞാൻ നമ്മുടെ ഈ ഒരു സീഡിൽ എത്തിപ്പെട്ടത്. ആ ഒരു സമയത്ത് ഇത്രയും ഒരു ഫീസ് കണ്ടപ്പം ആകെ ഞാൻ ഡള്ളായിരുന്നു. ഈ ഒരു ഫീസിന് ഇപ്പം എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാകുക, നല്ല ക്ലാസ് ആയിരിക്കും എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 2 വീക്സ് ആയപ്പോൾ തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആയി. ഇന്നും നല്ല പ്രൗഡാണ് ഈ ഒരു മൂമെൻറ്റിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസ് വെക്കാനുള്ള ഒരു കോട്ടിട്ട് നിൽക്കുകയല്ല, ഇനി ഇതിലൂടെ തന്നെ നമ്മൾ ഇഗ്നോയിൽ തന്നെ ഡിഗ്രി ചെയ്യണം, അങ്ങനെ ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ജോബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്.